ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അതേസമയം നല്ല ഹെൽത്തി ആയിട്ടൊരു സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ്. ഇത് കുട്ടികൾക്കും അല്ലെങ്കിൽ വലിയവർക്കും ഇനി ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട് ഒരു ലഞ്ച് ടൈമിലൊക്കെ കഴിക്കാൻ പറ്റുന്നതും അല്ലെങ്കിൽ ഒരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ നല്ലൊരു റെസിപ്പിയാണ്. എന്താ പറയുന്നത്, മയണൈസ് ഒന്നും ചേർക്കാത്ത അതേസമയം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന നല്ലൊരു സാൻഡ്വിച്ചാണ്. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കണേ. അത് നമുക്കൊട്ട് സമയം കളയാതെ നമ്മുടെ റെസിപ്പിയിലേക്ക് പോകാം. കീപ്പ് ഓൺ വാച്ചിങ് ഗൈസ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള അതേസമയം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയെടുക്കാനായിട്ട് 2 സ്ലൈസ് വീറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ സാധാരണ ആ ഒരു മൈദയുടെ വൈറ്റ് ബ്രെഡ് വാങ്ങാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രെഡും എടുക്കാം. പക്ഷേ കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ളത് വീറ്റ് ബ്രെഡ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ബ്രെഡിൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്രൗൺ പോർഷൻ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. അത് കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ കട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നല്ല അടിപൊളി ലുക്കിൽ കിട്ടും. കുറച്ചുകൂടി നല്ല എന്താ പറയുക, സൈഡിലെ കട്ടിയൊക്കെ അങ്ങ് മാറി കിട്ടുമല്ലോ. അപ്പോൾ 2 ബ്രെഡിൻ്റെ ആ ഒരു ബ്രൗൺ പോർഷനൊക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചോപ്പർ എടുത്തിട്ടുണ്ട്. ചോപ്പർ ആകുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ഈവനായിട്ട് തന്നെ കിട്ടും. അല്ലെങ്കിൽ എല്ലാം ഒരേപോലെ കട്ട് ചെയ്തെടുക്കേണ്ടി വരും, കുറച്ച് സമയം എടുക്കും. ഞാൻ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട്. എല്ലാം കുറച്ച് കുറച്ചായിട്ടാണ്. ഒരു തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് മാത്രം ഞാൻ ഉണ്ടാക്കുന്നത്. ഒരു പച്ചമുളക്, ഒത്തിരി പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ എരിവ് കുറച്ച് മതി. കുറച്ച് ചിക്കൻ, ഫ്രൈ ചെയ്ത ചിക്കൻ, ഒന്നുകിൽ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഉപ്പും കുരുമുളകും ഇട്ട് സ്റ്റീം ചെയ്തെടുത്താലും മതി. പിന്നെ കുറച്ച് മല്ലിയില. അപ്പോൾ ചിക്കനൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റാം. ചിക്കൻ ഇഷ്ടമില്ലെങ്കിൽ അതിന് പകരം മുട്ട ചേർത്ത് കൊടുക്കാം. ഏതാണോ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഇങ്ങനെ ചോപ്പ് ചെയ്യുമ്പോൾ എല്ലാ വെജിറ്റബിൾസും കൂടി ഇട്ട് ഒരുമിച്ചാകുമ്പോൾ അത് പെട്ടെന്ന് തന്നെ റെഡിയായിട്ട് വരും. വളരെ സമയം ലാഭമാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി, അല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഏതാണോ സൗകര്യം അതുപോലെ ചെയ്താൽ മതി. അപ്പം ഞാൻ ഈ ചോപ്പർ വാങ്ങിയിട്ട് കുറേ വർഷങ്ങളായി. ഞാൻ ഇതിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. വേണമെങ്കിൽ ഞാൻ ആമസോണിൽ നിന്ന് അതിൻ്റെ ലിങ്ക് എടുത്തിട്ട് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. കണ്ടോ, വെജിറ്റബിൾസും ആ ചിക്കനും എല്ലാം നല്ല പൊടി പൊടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഞാനെടുത്ത വെജിറ്റബിൾസ് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾസും എടുക്കാം. ഞാനെപ്പോഴും ഈ ക്യാരറ്റും തക്കാളിയൊക്കെയാണ് ചേർത്ത് കൊടുക്കാറുള്ളത്. ഒരു ബൗളിലേക്ക് നമുക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസും ചിക്കനും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചില്ലി ഫ്ലേക്സ് ഇഷ്ടമാണെങ്കിൽ ചില്ലി ഫ്ലേക്സ് ചേർക്കാം. കുരുമുളക് പൊടിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ കുറച്ച് അമൂലിൻ്റെ ചീസ് സ്പ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതാവുമ്പോൾ നമ്മൾ മയോണൈസ് ഒന്നും ചേർത്ത് കൊടുക്കണം. പൊതുവേ ഞാൻ മയോണൈസ് ഫുഡിൽ അങ്ങനെ ചേർക്കാറില്ല. എനിക്കതിനോട് ഇഷ്ടമില്ല, ഒത്തിരി ഓയിലും ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ. അപ്പം ഞാനിവിടെ കുറച്ച് ചീസ് സ്പ്രെഡ് എടുക്കുകയാണ്. ഇതാണെങ്കിൽ നമുക്ക് നല്ല കുറച്ചുകൂടെ സാധാരണ ചീസ് എടുക്കുന്ന അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണിത്. നന്നായിട്ട് മയോണൈസിൻ്റെ ആ ഒരു ടേസ്റ്റ് പോലെ മിക്സായിട്ട് കിട്ടും. 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ചീസും ബട്ടറും നന്നായിട്ട് ഇതുകൊണ്ട് ഇളക്കിയെടുക്കാം. അപ്പം നമ്മുടെ ബ്രെഡ് സാൻഡ്വിച്ചിൻ്റെ ആ ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതുമാണ്. ഒലീവ് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ടേസ്റ്റ് ഇഷ്ടമാണ് ഇച്ചിരി ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം, 1 ടീസ്പൂണൊക്കെ. അപ്പോൾ നമുക്കിനി ബ്രെഡ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കാം. ഞാനിപ്പോൾ ബ്രെഡ് ഇങ്ങനെ ക്രിസ്പി ആയിട്ടുള്ള സാൻഡ്വിച്ച് അല്ല ഉണ്ടാക്കുന്നത്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാൻഡ്വിച്ചാണ്. നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം ബ്രെഡിൻ്റെ 2 സൈഡും ഒന്ന് ക്രിസ്പി ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വന്നിട്ടേ ഉള്ളൂ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ് എനിക്കിഷ്ടം. ചിലർക്ക് ഇപ്പോൾ ക്രിസ്പി ആയിരിക്കും ഇഷ്ടം. ഇവിടെ കുട്ടികൾക്കും കിച്ചുവിനും ഒക്കെ ക്രിസ്പി ആയിട്ട് ഉണ്ടാക്കുന്നത് ഇഷ്ടം. പക്ഷേ ഞാനിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റായിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ നമുക്ക് ആ ചൂടാക്കിയെടുത്ത ബ്രെഡിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് വേണമെങ്കിൽ ടൊമാറ്റോ കട്ട് ചെയ്ത് വെക്കണമെങ്കിൽ വട്ടത്തിൽ ടൊമാറ്റോ കട്ട് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ കുക്കുംബർ കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ വെക്കാം. കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും. അപ്പം ഞാനിതിലേക്ക് ഇപ്പോൾ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ എടുക്കുകയാണ്. ചില സമയത്തൊരു മൂഡ് തോന്നുമ്പോൾ ഞാൻ തക്കാളിയും അല്ലെങ്കിൽ കുക്കുംബറും ഒക്കെ കട്ട് ചെയ്ത് വെച്ച് കൊടുക്കും. അപ്പോൾ ഇത് ഇത്രയും മതി. നിങ്ങൾക്ക് വേണമെങ്കിൽ മുകളിലായിട്ട് ഇപ്പം ടൊമാറ്റോ സോസ് വേണമെങ്കിൽ ടൊമാറ്റോ സോസ് കുറച്ച് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് മാറ്റം വരുത്താമേ. അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ബ്രെഡ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റിയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വയറൊക്കെ ഫുള്ളാകുന്ന സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഈവനിങ് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും ഉണ്ടാക്കി കൊടുക്കാം. ഞാൻ കുറച്ചുകൂടെ ഒന്ന് ഇതിന് മുകളിലായിട്ട് കുറച്ചുകൂടി ചീസ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചീസിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ചീസ് ഒന്നുകൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇനി കഴിക്കാനാണ് ടേസ്റ്റ് കൂടുതൽ.
അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടൊരു ബ്രെഡ് സാൻഡ്വിച്ചാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു. ടേക്ക് കെയർ. ബൈ.